ഇനി പറയുന്ന അനുഭവങ്ങൾ കഥയോ യാഥാർത്ഥ്യമോ എന്നുള്ള മനോഭാവം പോലെ എടുക്കാം. ഞാനിവിടെ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണണം. കൽപ്പറ്റയിലെ രാത്രികൾ എന്ന അനുഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അനുഭവങ്ങൾ വരുന്നത് വരെ എല്ലാം ഒരു കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും മാത്രമാകുമല്ലോ. വിശ്വസനീയമായി തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കഥയെ മാത്രം സ്വീകരിക്കാം. വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. പിന്നെ കഥയിലേക്ക്. ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് മുമ്പ് പുതിയ ജോലിയുമായി തലശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് എൻ്റെ സുസുക്കി ഇൻട്രൂഡർ ബൈക്കുമായി പോകുമ്പോൾ മനസ്സിലെ ടെൻഷൻ താമസ സ്ഥലത്തെക്കുറിച്ച് മാത്രമായിരുന്നു. ഓയോ റൂമുകളിൽ 3 ദിവസങ്ങളധികം തങ്ങിയാൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രയോറിറ്റി താമസ സ്ഥലമായിരുന്നു. ബൈക്കുള്ളത് കൊണ്ട് തന്നെ അല്പം ദൂരമാണെങ്കിലും പ്രശ്നമില്ലല്ലോ. കൽപ്പറ്റ എത്തിയപ്പോൾ സന്ധ്യയായി. 550 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ക്ഷീണം നന്നായി ഉണ്ടായിരുന്നു. ആദ്യം തന്നെ DYO റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങി. രാത്രി 8:30 കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി ആഹാരം കഴിക്കാനായി പോയി. റെസ്റ്റോറൻറ്റിലെ ചേട്ടനോട് ഇവിടെ റൂമോ ഇവിടെ ചെറിയ വീടോ വാടകയ്ക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ലോട്ടറി അടിച്ച സന്തോഷം. കോഴിക്കോട് സ്വദേശികളായ അവർ ഒരു വലിയ വീടിൻ്റെ 2ാം നില വാടകയ്ക്കെടുത്തു. വലിയ 3 റൂമുകളാണ് ഉള്ളത്.